സ്പെയിൻ സ്വന്തമാക്കി അർജന്റീനയെ നിലംപരിശാക്കി നിഷ്പ്രഭമാക്കി ഒന്നും പറയാൻ പറ്റാത്ത അത്രയേറെ തറ പറ്റിച്ചാണ് സ്പെയിൻ ഇക്കുറി കിരീടമണിയുന്നത്. തീർത്തും ഏകപക്ഷീയമായ മത്സരം അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഏട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദിനമാണ് കടന്നു പോകുന്നത്. സമഗ്രാധിപത്യം സ്പെയിനിൻ്റെ വാർ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിപ്പം ഒരു നീണ്ട പട തന്നെയുണ്ട്. പി സി സൈഫുദ്ദീൻ, സഫാൻ, ഹരി, ഷറഫു, ഫസി, നൂറ, ശിവാനി, ഹരി. അപ്പോൾ ഇത്രയും ആളുകളുണ്ട്. ആദ്യം പി സി സൈഫുദ്ദീൻ തന്നെ. സൈഫു, ഇതിപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു തോൽവി ഒരൊറ്റ ഷോട്ട് പോലും ഉതിർക്കാതെ ഇങ്ങനെ കളി അവസാനിപ്പിച്ച് എന്താണ് യഥാർത്ഥത്തിൽ അർജന്റീനയ്ക്ക് സംഭവിച്ചത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ജയിച്ചില്ല, കളിച്ചതുമില്ല. കളിച്ചു തോറ്റിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ആശ്വസിക്കാൻ വകയുണ്ടായിരുന്നു. ഇത് കളിച്ചതേയില്ല, ജയിച്ചതുമില്ല. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു പിടി കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഈ ടീം ഈ വേൾഡ് കപ്പിലെ ഗംഭീര ടീമാണ്, ഒരു രക്ഷയില്ല. സ്പെയിൻ എന്ന ടീം ഭീകരന്മാരാണ്. അവർ പോർച്ചുഗലിനെ തോൽപ്പിച്ചപ്പോൾ, അവർ ബെൽജിയത്തെ തോൽപ്പിച്ചപ്പോൾ, അവർ ഫ്രാൻസിനെ തോൽപ്പിച്ചപ്പോൾ തന്നെയെങ്കിലും കൃത്യമായൊരു പഠനം അവരെ കുറിച്ച് അർജന്റീനിയൻ ടീം നടത്തണമായിരുന്നു. മിനിമം സ്കരോണി നടത്തണമായിരുന്നു. അത് ചെയ്തില്ല. ഈ സ്പെയിനെ നേരിടേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിൽ ഒരു ഹോംവർക്ക് നടത്തണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫ്രാൻസ് ആയിരുന്നല്ലോ ഈ വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു ഫേവറേറ്റ് ടീം. ആ ടീമിനെ അങ്ങേറ്റം നിഷ്പ്രഭമാക്കി 2 ഗോളിന് ഫുൾ ടൈമിൽ തീർത്ത കളിയാണ്. അതൊരു എക്സ്ട്രാ ടൈമിലേക്ക് പോലും പോയിട്ടില്ല. ഫുൾ ടൈമിൽ 90 മിനിറ്റ്സിൽ ഫ്രാൻസിനെ തീർത്തവരാണ് സ്പെയിനുകാർ. അങ്ങനെയുള്ള ഒരു സ്പെയിനെതിരെ തൊട്ടതെല്ലാം പിഴച്ചു. എന്ന് വെച്ചാൽ ഹോംവർക്കും പ്ലാനിങ്ങും എല്ലാം പിഴച്ചു. എന്ന് വെച്ചാൽ ഒരു വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള 3 മാറ്റങ്ങളോടുകൂടിയാണ് തുടങ്ങിയത്. ഫസ്റ്റ് 11 സെറ്റ് ചെയ്തത്. അതിൽ നിക്കോ ഗോൺസാലസിനെ ഫസ്റ്റ് ലെവൽ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ നിക്കോ ഗോൺസാലസിനെ പോലെ ഒരു പ്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊണ്ടിയൽ വരുന്നു, നമുക്ക് മൊണ്ടിയൽ വെക്കാവുന്നേ ഉള്ളൂ. ഡിപ്പോൾ വരുന്നു. ഡിപ്പോള് ഈ വേൾഡ് കപ്പിൽ ഏറെക്കുറെ എല്ലാ മത്സരങ്ങളിലും സ്റ്റാർട്ട് ചെയ്ത ആളാണ്. പക്ഷെ കഴിഞ്ഞ 2-3 മാച്ചുകളിൽ അയാൾ കുറെ അധികം ഫെയ്ഡ് ആയിരുന്നു. എങ്കിൽ കൂടിയും ഒരു അനുഭവ സമ്പത്തൊക്കെയുള്ള കുറെ കൂടി എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ അല്ല അദ്ദേഹം വന്നോട്ടെ എന്നത്. പക്ഷെ അതെല്ലാം പിഴച്ചു. അതിനപ്പുറത്തേക്ക് എല്ലാം പിഴക്കുമ്പോഴും അർജന്റീനിയൻ ടീമിന് തൊട്ടതെല്ലാം പിഴക്കുമ്പോഴും എല്ലാ ആയുധങ്ങളും ലക്ഷ്യം തെറ്റിപ്പായുമ്പോഴും ലയണൽ മെസ്സി എന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ടല്ലോ. ലയണൽ മെസ്സി അയാളുടേതായ ഒരു നിമിഷം പോലും മത്സരത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു ലെജൻഡ് അവിടെ നിൽക്കുമ്പോൾ അയാൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അയാളുടെ ലൈനുകളെല്ലാം കട്ട് ചെയ്തു. ലൈനുകൾ കട്ട് ചെയ്തതോടുകൂടി ലയണൽ മെസ്സി നിസ്സഹായനായി. ലയണൽ മെസ്സി ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെയും നിസ്സഹായനായി മൈതാനത്തൂടെ നടന്നു എന്താ പറയുക ഉഴലുന്ന മെസ്സിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതൊരു ഫൈനൽ മാച്ചിലാണ് നോക്കുന്നത്. നമ്മൾ ഇന്നിപ്പോ ഒരു 3 ഗോൾ നേടി, മിനിമം 2 ഗോൾ 2 അസിസ്റ്റെങ്കിലും നേടി എംബാപ്പയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് നേടുന്നതിന് മെസ്സിയെ സ്വപ്നം കൊണ്ട് കളി കാണാനിരുന്നവരാണ് നമ്മൾ. പക്ഷെ എന്താണ് മെസ്സിക്ക് പറ്റിയതെന്ന കാര്യത്തിൽ അദ്ദേഹം മെഡൽ മേടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ഇങ്ങനെ ഊർന്നിറങ്ങിയ കണ്ണീരിലെല്ലാം ഉണ്ടായിരുന്നു. ആ നിസ്സഹായാവസ്ഥയുടെ മൂർധന്യത്തിലാണ് അദ്ദേഹം കരഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഉണ്ടാവും, വേഗത്തിൽ അങ്ങനെ പ്രഖ്യാപനം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇനി ഓൾറെഡി അദ്ദേഹം പ്രൂവൺ ആണ്. വേൾഡ് കപ്പ് ഉണ്ട്, കോപ്പയൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും ഈ വേൾഡ് കപ്പ് അയാൾ നിശ്ചയിച്ചുറപ്പിച്ചു വന്നതായിരുന്നു. വേൾഡ് കപ്പ് ഫൈനൽ വരെയുള്ള പ്രകടനം അതിമനോഹരമായിരുന്നു. പക്ഷേ ഫൈനൽ വീണുപോയി. അപ്പോ എന്താണ് ഒന്നും പറയാനില്ല. ലിറ്ററലി നോ വേർഡ്സ്. ഈ അർജന്റീനിയൻ ടീമിനെ കുറിച്ചൊന്നും പറയാനില്ല. പറയാനുള്ളത് അത്രയും ഈ സ്പെയിൻ ടീമിനെ കുറിച്ചാണ്. അവർ പോരാടി നേടിയതാണ്. അവരുടെ യങ് പ്ലേയേഴ്സ്, ഇപ്പോൾ കുബാസി ആവട്ടെ, ലമീൻ യമാൽ ആവട്ടെ, പിന്നെ അതിന് ഒരു നെടുന്തൂൺ കണക്കെ അതിന് നായകത്വം വഹിക്കുന്ന റോഡ്രി ആവട്ടെ, അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി അവർ കളിച്ചു, ജയിച്ചു, നേടി. ഹാറ്റ്സ് ഓഫ്. ശരിക്കും നമ്മൾ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ മൊമെൻറ്റ്സോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസോ ഒന്നും അല്ല എന്ന് തെളിയിച്ച ഒരു ദിവസമാണെന്ന്. അടിസ്ഥാനപരമായിട്ട് ഫുട്ബോൾ ഒരു ടീം ഗെയിമാണ്. അതൊരു എന്താ പറയുക ശാസ്ത്രീയമായിട്ടുള്ള കളിയാണ് എന്നുള്ളത് പ്രൂവ്ഡാണ്. ഞാൻ വിചാരിക്കുന്നത് അർജൻറ്റീന ഇതുവരെ എത്തിയത് തന്നെ ഞാൻ ഏതോ മഹാകടാക്ഷം അതിന് പിന്നിലുണ്ട് എന്നാണ്
എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഈജിപ്തിനെതിരെ അവസാനം കളിച്ച 15 മിനിറ്റും ഇംഗ്ലണ്ടിനെതിരെ അവസാനം കളിച്ച ഒരു 30 മിനിറ്റും മാറ്റി നിർത്തിയാൽ ഈ സ്പെയിൻ ടീമിനോട് മാച്ച് ചെയ്യാനുള്ള സ്കോഡൊന്നും അർജൻറ്റീനയ്ക്ക് ഇല്ലായിരുന്നു തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പക്ഷേ എങ്കിലും അവസാന നിമിഷം വരെ, അതായത് ഇങ്ങനെയൊക്കെ അർജൻറ്റീന കളിച്ചിട്ടില്ലെങ്കിൽ പോലും 120 മിനിറ്റ് വരെ ഇപ്പോൾ അർജൻറ്റീനക്കാർക്കും അർജൻറ്റീനയുടെ എതിരാളികൾക്കും അർജൻറ്റീനക്കാർക്കൊരു പ്രതീക്ഷയും എതിരാളികൾക്കൊരു ഭയവും ഉണ്ടായിരുന്നു. കാരണം ഏത് സമയത്താണ് വിചാരിച്ച പോലെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അല്ലെങ്കിൽ ഒരു മാജിക്കൽ മൊമെൻറ്റ്സ് വരിക എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് ഈ മത്സരം നമ്മൾ ഓർക്കുമ്പോൾ ഒരു വരും തലമുറയിലൊരു കുട്ടി ഇത് 1-0 എന്നുള്ള പേരിലായിരിക്കും ഈ മത്സരം ഓർത്തിരിക്കുക. പക്ഷേ ആ 1-0 അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് ഈ മത്സരം കണ്ടവർക്ക് അറിയാം. കാരണം ഫസ്റ്റ് ടച്ച് മുതൽ ക്ലിയർ ഡോമിനേഷൻ മീൻസ് ഫ്രാൻസിനെതിരെ നമ്മൾ സ്പെയിൻ കണ്ടതാണ്. പക്ഷേ അതിലും ഭീകരമായിട്ടാണ് അർജൻറ്റീന പൊട്ടിയത്. എനിക്ക് തോന്നുന്നു അർജൻറ്റീന കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 പാസ് പോലും ഇടാൻ സമ്മതിച്ചിട്ടില്ല. അർജൻറ്റീന നിരയിൽ എമിലിയാനോ മാർട്ടിനസിനെ മാറ്റി നിർത്തിയാൽ ആർക്കും ഒന്നും ചെയ്യാനില്ലായിരുന്നു. എന്നിട്ടും പൊതുവേ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും പേരുദോഷം കൽപ്പിച്ചത് അർജൻറ്റീനയുടെ ഡിഫൻസാണ്. ആ ഡിഫൻസ് 120 മിനിറ്റ് വരെ ഒരു ഗോൾ മാത്രമേ കൺസീഡ് ചെയ്തുള്ളൂ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെ വലിയൊരു നേട്ടമായിട്ട് എടുക്കാം എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പലരും ഒരു ഗോളിനെ കുറിച്ച് ഒരു വലിയ വിവാദം പറയുന്നുണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നു TV ബ്രോഡ്കാസ്റ്റിൽ പല വിഷ്വൽസിലും നമ്മളത് കാണാത്തതുകൊണ്ടാണ്. അല്ലാതെ അതിൻ്റെ ക്ലോസ് കട്ടുകൾ വരുമ്പോൾ അതിലൊരു ഫൗൾ ഉണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വെൽ ഡിസേർവ്ഡ്. സ്പെയിൻ്റെ കഴിഞ്ഞ കളി കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കളിച്ചതും സ്പെയിൻ ജയിച്ചതും സ്പെയിൻ. അതല്ലാതെ ഈ മത്സരം എനിക്ക് തോന്നുന്നത് കൂടുതൽ അവലോകനം നടത്താനില്ല. കാരണം അത്രയും വൺ സൈഡഡ് ആയിരുന്നു. മറ്റേ നമ്മളിങ്ങനെ പറയില്ല 50-ാം മിനിറ്റിൽ ആ ചാൻസ്, 60-ാം മിനിറ്റിൽ ഈ ചാൻസ്, അവിടെ അവൻ കളിച്ചു, ഇതൊന്നുമില്ലായിരുന്നു. ക്ലിയർ ഡോമിനേഷൻ. അത് അവാർഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഗോൾഡൻ ബോൾ, യങ് പ്ലെയർ, കീപ്പർ അല്ലെങ്കിൽ എംബാപ്പ. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ എംബാപ്പെ പോലെയുള്ള ഒരു സ്ട്രൈക്കറൊക്കെ സ്പെയിനുണ്ടായിരുന്നെങ്കിൽ ഒരു 4-എണ്ണൊക്കെ 5-എണ്ണൊക്കെ കയറേണ്ട മത്സരമായിരുന്നു. സ്പെയിനിൻ്റെ ഒരു വയർസബാലൊക്കെ കുറച്ച് വീക്കായിട്ടായിരുന്നു ഇന്ന് കളിച്ചതെന്നുള്ള. അവിടെ ഫൈനൽ തേർഡ് വിചാരിച്ച പോലെ വന്നില്ല. എമാലിനും ഒരു ഫിനിഷിങ്ങിലേക്ക് എത്താനായില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്നതിന് മുമ്പ് ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ അതായത് സ്പെയിൻ ഡോമിനേറ്റ് ചെയ്യുന്നുള്ള ഷുവറായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ സ്പെയിൻ നേരിടാൻ പോകുന്നത് അർജന്റീന പോലത്തെ ഒരു ടീമിന്റെ പാഷൻ ആയിരിക്കും അവർക്ക് നേരിടാനുള്ള ഏക എലമെന്റ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ ഗെയിമോട് കൂടി സ്പെയിൻ പ്രൂവ് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ടാക്ടിക്കലി കാര്യങ്ങൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് എന്തായാലും വിജയിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം ഓരോ സോണും ഡിഫൻസ് ആവട്ടെ, മിഡ്ഫീൽഡ് ആവട്ടെ, അറ്റാക്കിംഗ് ആവട്ടെ, ഫൈനൽ തേർഡിലുള്ള കൺവേർഷൻ റേറ്റ് മാത്രമേ ഇവരുടെ കുറവുള്ളൂ. ബാക്കി എല്ലാ സോണിലും പ്യോർ ഡോമിനേഷൻ. അതായത് അർജന്റീന പോലത്തെ വലിയൊരു ടീമിനെ ബോൾ തൊടിയിപ്പിക്കാതെ കളിക്കുക എന്ന് പറയുന്നതും പിന്നെ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫുൾ ടൈം കഴിയുന്നത് വരെ. അപ്പോൾ ആ തരത്തിൽ സ്പെയിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള അവരുടെ ആ ഒരു ഹോംവർക്കാണ്. ഫീൽഡിൽ തന്നെ പല മൂവ്മെന്റിലും നമുക്ക് ഇത് കാണാൻ സാധിക്കും. അതായത് ഇവരുടെ ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ട്രെയിനിങ് സെഷനിൽ കാഴ്ചവെക്കുന്ന പല സീക്വൻസുകൾ പല ടൈമിലായിട്ട് നമുക്ക് ഫീൽഡ് കാണാൻ സാധിക്കും. അപ്പോൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടാക്ടിക്കൽ ബാറ്റിൽ എന്തുകൊണ്ടും സ്പെയിൻ വിജയിച്ചു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള താരം നമ്മൾ റോഡിനെ കുറിച്ച് പറയുന്നുണ്ട്, കുബാസിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു ഫെറൻ ടോറസ് എന്നുള്ള ഗോൾ സ്കോറിനെ കുറിച്ച് പറയാം. കാരണം ആളുടെ ക്ലബിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അയാളിപ്പോൾ ഷാർക്കല്ല ഡാർക്ക് ആണെന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു മാച്ചോട് കൂടി അയാള് ആ ഒരു ഷാർക്ക് പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫെറൻ ടോറസ് കാണിക്കുന്നത്. അതായത് ഏറ്റവും ക്രൂഷ്യൽ മൂമെന്റില് ഹി വാസ് ദെയർ ഫോർ ദ ടീം. അത് ഫെറൻ ടോറസ് കാണിച്ചു കഴിഞ്ഞു. അതായത് അത്രയും ട്രോളലുകൾ ആ ഒരു വ്യക്തി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പല ടൈമിലും ചാൻസസ് മിസ് ചെയ്യുന്നതുകൊണ്ടും ഇതാക്കുന്നതുകൊണ്ടൊക്കെ. പക്ഷെ ആലോചിക്കണം, ലാസ്റ്റ് മൂമെന്റ് വന്നപ്പോഴത്തേക്കും വേൾഡ് കപ്പ് എന്നുള്ള സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് സ്റ്റാർ സ്പെയിനിന് കൊടുത്തത് അത് ഫെറൻ ടോറസ് ആണ്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് മാൻ. അത്രയും നേരം കൺവേർഷൻ റേറ്റ് സ്പെയിന് കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് കണ്ടെത്തി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ, അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ് സ്പെയിന് നേടിയപ്പം 116-ാമത്തെ മിനിറ്റിൽ ഇനിയസ്റ്റ ഗോൾ അടിച്ചത്. പക്ഷെ ഒരു 10 മിനിറ്റ് നേരത്തെ ഫെറൻ ടോറസ് ഗോൾ അടിച്ച് അതൊന്ന് സേഫ് ആക്കി സ്പെയിന് കൊടുത്തു എന്നുള്ളതാണ്. സോ സ്പെയിൻ ഡോമിനേറ്റഡ് ആൻഡ് സ്പെയിൻ ഓൾസോ ഔട്ട് ക്ലാസ്ഡ് അർജന്റീന. അർജന്റീന ടീമിന്റെ ആ ഒരു എനിക്ക് തോന്നുന്നു അവരുടെ വീക്ക്നെസ് ഇപ്പോഴാണ് ആക്ച്വലി എക്സ്പോസ്ഡ് ആവുന്നത്. സ്പെയിനെ പോലത്തെ വലിയ ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടീം വരുമ്പോൾ ഹാറ്റ്സ് ഓഫ് പറയല്ല. സ്പെയിൻ ആരാധകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും മികച്ച ഒരു മത്സരമായിട്ട്
തോന്നിയത് മാത്രമല്ല, വേൾഡ് കപ്പിൽ എങ്ങനെ സ്പെയിൻ ആ തുടക്കം മുതലുള്ള മത്സരങ്ങൾ എടുത്താൽ കേപ്പ് വെർഡെക്കെതിരെയുള്ള മത്സരം മുതൽ ഏറ്റവും അവസാനം ഫൈനലിലെ ആ അർജന്റീനക്കെതിരെയുള്ള അവസാനം ഗോൾ വരെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ആ സ്പെയിൻ്റെ ഒരു പ്രകടനം കാണാം. ഫസ്റ്റ് മത്സരത്തിൽ കുറച്ച് പിഴവുകൾ ഉണ്ടായിരുന്നു, അത് പിന്നീട് തിരുത്തി ഓരോ മത്സരത്തിൽ ഇങ്ങനെ ബാക്ക് ടു മികച്ച രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് സ്പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലും സെമിയിലും എല്ലാം ആ ഒരു ഡോമിനൻസ് കണ്ടു. ഫ്രാൻസിനെതിരെ ആ വിജയം, ആ ഡോമിനൻസ് ചെയ്തിട്ടുള്ള ആ വിജയം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം തീർച്ചയായിരുന്നു, ഫൈനലിലേക്ക് വരുമ്പോൾ സ്പെയിനിന് നല്ലൊരു എഡ്ജ് എന്തായാലും ഉണ്ടാവും. അതെല്ലാവരും, അതായത് ഒരേ സ്വരത്തിൽ, ഒരു നിഷ്പക്ഷമായിട്ട് കളി വിലയിരുത്തുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, മത്സരത്തിൽ സ്പെയിന് ഒരു ചെറിയ എഡ്ജാണെങ്കിലും ഒരു മേധാവിത്വം സ്പെയിൻ എന്തായാലും ഉണ്ടാവുന്നു. അത് തീർച്ചയായും ഈ കളിയിലേക്ക് വന്നു. അത് അർജന്റീന മോശം ടീമായതുകൊണ്ടല്ല, അർജന്റീനയുടെ ഗെയിം പ്ലാൻ ഈ ഒട്ടും നടപ്പിലാക്കാൻ ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് കൃത്യമായിട്ട് ഡെലഫ്യുവൻ്റെ എന്നുള്ള പരിശീലകന് തന്നെയാണ് മാർക്ക് കൊടുക്കേണ്ടത്. ആ ഒരു ടീമിനെ കെട്ടിപ്പടുത്ത്, ഇതിലിപ്പം പറയുകയാണെങ്കിൽ ഒരുപാട് യങ് പ്ലെയേഴ്സ് ഉണ്ട്. നല്ല ഡിഫൻസിലാണെങ്കിൽ പൗ കുബാർസി ആദ്യമായിട്ട് ലോകകപ്പിന് വരികയാണ്. അതുപോലെ ബാഴ്സലോണയിൽ കളിച്ച് പരിചയമുണ്ടെങ്കിലും ദേശീയ ടീമിൽ അത്രത്തോളം ഒരു എഫക്റ്റീവായിട്ട് പൗ കുബാർസി വന്നിട്ടില്ല. പക്ഷേ ആ ലോകകപ്പിലേക്ക് വരുമ്പം എത്ര ഗംഭീരമായിട്ടാണ് പൗ കുബാർസി കളിക്കുന്നത്. ഒപ്പം ലപ്പോർട്ടേക്കുള്ള എക്സ്പീരിയൻസ് പ്ലെയർ ഒരുമിച്ചുള്ള ആ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ടായി. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ റോഡ്രി ഇഞ്ചുറി കഴിഞ്ഞാണ് വരുന്നത്. ഇഞ്ചുറി കഴിഞ്ഞ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ അത്ര മികച്ചൊരു സീസൺ ആയിരുന്നില്ല കടന്നുപോയത്. എന്നിട്ട് പോലും ലോകകപ്പിലേക്ക് വരുമ്പം റോഡ്രി വേറെ ലെവൽ കളിയാണ് പുറത്തെടുക്കുക. ഡാനി ഓൾമോ ബാഴ്സലോണയിൽ അത്രത്തോളം ഒരു മികച്ച രീതിയിൽ സബ്ബായിട്ടാണ് പലപ്പോഴും ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ഈ ലോകകപ്പിൽ മികച്ച ആ ഒരു പ്രകടനം റോഡ്രിയിൽ നിന്നുണ്ടാകുന്നു. അത്തരത്തിൽ ഒരു പറ്റം യങ് പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ട് ആ ഒരു ഡോമിനൻസ് നേടിക്കൊണ്ട് സ്പെയിൻ തീർത്ത ഒരു വിപ്ലവം തന്നെ അന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല, മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നമുക്കറിയാം 2010 ആ ടീം ഒന്നാകുണ്ട്, ആ ലെജൻഡറി മൊത്തം ആ ഗാലറിയിലുണ്ട്. അത് തന്നെ ഒരു വലിയ ഒരു ഇതാണ്. നമ്മൾ ആ പഴയ കാലഘട്ടം 2016 വർഷം മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വലിയ നിമിഷം തന്നെയായിരുന്നു മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ കണ്ടത്. അത്തരത്തിൽ ഒരു സ്പെയിൻ്റെ ഒരു ഫുൾ ഡോമിനൻസ് ചെയ്ത മത്സരം, ഒരു സ്പെയിൻ ആരാധകൻ എന്ന രീതിയിൽ വലിയ തോതിൽ വലിയ ഹാപ്പി. 2010 കണ്ട നമ്മൾ എങ്ങനെയാണോ സ്പെയിനെ കണ്ടത് അതിൻ്റെ ഒരു പടി കൂടി മുകളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഫൈനലിലൊക്കെ കഴിഞ്ഞ 2010 ഫൈനലൊക്കെ നമ്മൾ ഓർക്കുമ്പം നെതർലാൻഡ്സിനെതിരെ നെക്ക് ടു നെക്ക് മത്സരമായിരുന്നു. അവസാനം ഇനിയസ്റ്റിൻ്റെ ഗോൾ വരുന്നത് വരെ സ്പെയിന് കിരീടത്തിൽ അത്ര ഒരു ഡോമിനൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പം ഒട്ടും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഈസി വാക്ക് ഓവർ പോലുള്ള ഒരു ഷുവർ ബെറ്റ് മത്സരമായിട്ട് വളരെ അനായാസം മറികടക്കാൻ കഴിഞ്ഞു. അതുതന്നെയാണ് സ്പെയിൻ്റെ ഒരു ഡോമിനൻസ് ഇതുവരെയുള്ള ഈ ലോകകപ്പിലുടനീളം കാഴ്ചവെച്ച ആ ഡോമിനൻസ് ആണ് പറയുന്നത്. നമ്മളെ ഈ ജപ്പാനീസ് ഒരു ആർട്ട് ഫോമാണ് കിൻസുഗി എന്ന് പറയുന്നത്. കിൻസുഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോട്ടറിയിൽ ഉപയോഗിക്കുന്ന രീതിയാണ്. അതായത് പൊട്ടിയ പാത്രത്തിന് സ്വർണം കൊണ്ട് വിളക്കി ചേർക്കാനുള്ള രീതി. അതാണ് ശരിക്ക് ഡെലാഫോന്റെ ചെയ്തത്. അതായത് 2022 നമ്മൾ സ്പെയിൻ കണ്ടു. നല്ലൊരു ടീമായിരുന്നു, പക്ഷെ അവരുടെ ടാക്ടിക്സ് ഭയങ്കര മോശമായിരുന്നു. ആ ടീമിന്റെ പ്ലെയേഴ്സിനെ കൊണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു ടാക്ടിക്സിന്റെ രീതി അല്ലായിരുന്നു അത്. അപ്പൊ ആ രീതിയിൽ കളിക്കേണ്ട പ്ലെയേഴ്സിനെ അല്ല, അല്ലെങ്കിൽ ആ പ്ലെയേഴ്സ് അങ്ങനെയല്ല കളിക്കേണ്ടതെന്ന് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടായിരുന്നു ഡെലഫോന്റെ വരവ് എന്നുള്ളത്. കാരണം ഈ ഒരു വേൾഡ് കപ്പിൽ സ്കോർ എടുത്ത് നോക്കിയാൽ 17 പ്ലെയേഴ്സ് ആദ്യത്തെ ലോകകപ്പ് കളിക്കുന്നവരാ. അതിൽ 34 വയസ്സുള്ള ബോർജ ഇഗ്ലേഷ്യസും ഉണ്ട്, 19-കാരൻ പൗ കുബാർസി ഉണ്ട്. അതായത് ആ ഒരു വേരിയൻസ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന പ്ലെയേഴ്സ് അങ്ങനെയാണ്, റാൻഡം പ്ലെയേഴ്സ് ആണ്. 17 ആളുകൾ പുതിയ പ്ലെയേഴ്സ് ആണ്. ഈ പുതിയ പ്ലെയേഴ്സിനെ വെച്ച് ഇങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് ഈ ലോകകപ്പ് അടിക്കുക എന്നുള്ളതിന് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ 100-ൽ 110 മാർക്ക് ഡെലഫോന്റെ കൊടുക്കണം. കാരണം ഓപ്പോണന്റ് വരുന്ന ടീം ഇപ്പൊ അർജന്റീനയാണ് വരുന്നത്. അർജന്റീന എങ്ങനെ കളിക്കും എന്നുള്ളത് ഒരാഴ്ച മുമ്പെങ്കിലും ഡെലഫോന്റെ പഠിച്ചിട്ടുണ്ടാവണം. അത് സെമി ഫൈനലിൽ അവരെങ്ങനെ കളിച്ചു എന്നുള്ളതനുസരിച്ച് അയാൾ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടാവണം. അത് ഫൈനലിലേക്ക് വരുന്ന ദിവസത്തിൽ അയാൾ അവസാന മൊമെന്റിൽ വരും. കാരണം ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നു, അല്ലെങ്കിൽ 3 മാറ്റങ്ങൾ വന്നു. നമ്മൾ ഒരുപക്ഷെ ഇത്രയും ചേഞ്ചസ് 11-ൽ വരുന്നുള്ളത് കാരണം സെമി കളിച്ച ഒരു ടീമിനെ പൊളിച്ചെഴുതിക്കൊണ്ടൊരു ലൈനപ്പ് ആരും ഫൈനലിൽ പ്രതീക്ഷിക്കാറില്ല. പക്ഷെ ആ പൊളിച്ചെഴുതി വന്ന പ്ലേയേഴ്സിന് പോലും കൃത്യമായി കൂട്ടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ലാഫോന്റെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിജയം ഞാൻ ഈ മത്സരത്തിൽ നമ്മളല്ലേ ഒരുപക്ഷെ ബെസ്റ്റ് കോച്ച് എന്നൊരു അവാർഡ് കൊടുക്കേണ്ടിയിരുന്നു, ഒരു ഗോൾഡൻ കോച്ച് എന്നുള്ള അവാർഡ് കൊടുക്കേണ്ടിയിരുന്നു ഞാൻ പറഞ്ഞത്. ഡെലഫോന്റെ അർഹിച്ച ഒരു വിജയമാണ് ഇത് എന്നുള്ളതാണ്. അർജന്റീന ചുവന്ന കരങ്ങളോട് തന്നെ സ്പെയിൻ തൂക്കിയിരിക്കുകയാണ്. ഈ ഒരു ലോകകപ്പ് ഫൈനലിലേക്ക് വരുന്ന സമയത്ത് അർജന്റീന സെമിയിൽ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സ്പെയിനാണെങ്കിൽ സെമിയിൽ ഫ്രാൻസിനെയാണ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 2 ടീമുകളും ഒരു നെക്ക്
ടു നെക്ക് പോരാട്ടം തന്നെ കാഴ്ചവെക്കുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അർജന്റീനയുടെ ആണെങ്കിലും ഈ ഒരു ഫൈനലിന് മുമ്പ് വരെ ആകെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിരുന്നത് പ്രതിരോധം മാത്രമായിരുന്നു. പക്ഷേ ആ ഒരു ഫൈനലിലേക്ക് വരുന്ന സമയത്ത് അർജന്റീനയുടെ മിഡ്ഫീൽഡിനെയും അറ്റാക്കിനെയും കംപ്ലീറ്റ് ഷാറ്റർ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് സ്പെയിൻ കാഴ്ചവെച്ചത്. എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ ഇന്നത്തെ ആ ഒരു പ്ലെയേഴ്സിന്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ എമിലിയാനോ മാർട്ടിനസിന്റെ കുറച്ച് വളരെ മികച്ച സേവുകൾ മാത്രമേ പറയാനുള്ളൂ. പിന്നെ ആ ഒരു വീക്കാണെന്ന് പറഞ്ഞ പ്രതിരോധം 120 മിനിറ്റ് പിടിച്ചു നിന്നു. ഇത് മാത്രമേ ഉള്ളൂ. അക്ഷരാർത്ഥത്തിൽ അർജന്റീന അങ്ങ് ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു. 90 മിനിറ്റ് വരെ ഒരൊറ്റ ഷോട്ടും ഒരൊറ്റ അറ്റംപ്റ്റോ അല്ലെങ്കിൽ ഷോട്ട് ഓൺ ടാർഗറ്റോ ഇല്ലയെന്ന് പറയുമ്പോൾ തന്നെ സ്പെയിൻ എത്രമാത്രം അർജന്റീനയെ ഡൊമിനേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ശരിക്കും 100% ഡിസേർവ് ചെയ്തിരുന്ന ഒരു വിൻ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ മറ്റേ നിമിത്തങ്ങൾ പറഞ്ഞായിരുന്നു, അത് ശരിയായി വരുന്നൊരു കാര്യമാണ് കണ്ടത്. അതായത് ഓപ്പണിംഗ് മാച്ച് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് മെക്സിക്കോ, അതേപോലെ ഈ ഒരു സ്പെയിൻ ടീമിൽ 8 ബാഴ്സ താരങ്ങളുണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് ബാഴ്സയ്ക്ക് ലാലിഗ, അപ്പോൾ അതേപോലെ അങ്ങനെയുള്ള നിമിത്തങ്ങൾ നിറച്ചിട്ടുണ്ടായിരുന്നു. ആ നിമിത്തങ്ങളൊക്കെ അതിൻ്റെ അവസാനം കപ്പ് തന്നെയാണ് ഈ ഒരു വർഷവും സ്പെയിനിന് കിട്ടിയതാണ് പറയുന്നത്. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ സ്പെയിനിൻ്റെ കാര്യങ്ങൾ എല്ലാവരും സംസാരിച്ചു, പക്ഷേ ലയണൽ മെസ്സിയുടെ കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയാണ്. കാരണം ആ ഗോൾഡൻ ബോളിന് ചെറിയൊരു അർഹത ഞാൻ മെസ്സിക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു. കാരണം വലുത് അർജന്റീന എന്ന ടീമിനെ ഈ ഫൈനൽ വരെ ക്യാരി ചെയ്ത് കൊണ്ടുവന്നത് ലയണൽ മെസ്സി എന്ന ഒരു ഈ ഒറ്റ പ്ലെയർ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഫൈനലിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വെച്ചുകൊണ്ട് അങ്ങനെ ഇതാക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് ആ ഗോൾഡൻ ബോൾ അദ്ദേഹം അർഹിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് റോഡ്രി ഒക്കെ ഡിസേർവ്ഡ് ആണ്. റോഡ്രിയും ആ ടീമിന്റെ ക്യാപ്റ്റനായി തന്നെ ടീമിലുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ മെസ്സിക്കാണ് അതൊരു കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. ഇൻ കേസ് മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ മെസ്സിക്ക് ഗോൾഡൻ ബോൾ കൂടി മെസ്സി അത് വിട പറയണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് ഈ ലോകകപ്പ്. നമ്മൾ ഈ ലോകകപ്പ് ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ ഇത്രയും വൺ സൈഡഡ് ആയിട്ടൊരു ഫൈനൽ മാച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. അത്രയ്ക്കും നിഷ്പ്രഭമാക്കി കളഞ്ഞു അർജന്റീനയെ. എനിക്കറിയില്ല എന്താണ് സ്കലോണി, ഇപ്പോൾ നേരത്തെ സൈഫ് പറഞ്ഞ പോലെ സ്കലോണിയുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. ആദ്യ പകുതിയിൽ നിക്കോ ഗോൺസാലസിനെ കൊണ്ടുവന്നപ്പോൾ മുതൽ തന്നെ സ്കലോണിക്ക് താളം തെറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് എനിക്കിതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ പറയാത്തൊരു പോയിന്റ് സൂചിപ്പിക്കാനുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇപ്പോൾ എൻസോ ആണെങ്കിലും പാരഡൈസ് ആണെങ്കിലും മെക്കാലിസ്റ്റർ ആണെങ്കിലും ഇവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്, കഴിഞ്ഞ ലോകകപ്പ് കളിച്ച പ്ലെയേഴ്സാണ്. പക്ഷേ ഇവർ അനാവശ്യമായി കാർഡ് വാങ്ങാനായിട്ടൊരു ഒരു പ്രവണത അവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പാരഡൈസ് കളിക്കളത്തിലേക്ക് വന്ന 5 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം ഒരു യെല്ലോ കാർഡ് സ്വന്തമാക്കുന്നു. എൻസോ ഫെർണാണ്ടസ് ആ ഒരു യെല്ലോ കാർഡിൽ നിൽക്കുന്ന സമയത്താണ് അത്ര അനാവശ്യമായ ഒരു ടാക്കിൾ പോയി ചെയ്യുന്നത്. അപ്പോൾ അതൊരു റെഡ് കാർഡിലേക്ക് അത് വഴിവെക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ 10 പേരായി ചുരുങ്ങിയ അർജന്റീനയ്ക്ക് എന്തായാലും സ്പെയിനെതിരെ കളിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. 11 പേരായി കളിച്ചിട്ട് പോലും അവർക്ക് പന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ 10 പേരായി ചുരുങ്ങുമ്പോൾ ആ ടീമിനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലിട്ടിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചിന്ത ഈ എൻസോയെ പോലുള്ള താരങ്ങൾക്ക് വേണം. ഈ പാരഡൈസ് ഒക്കെ അനാവശ്യമായി ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്നു. അത്തരത്തിലൊരു കളി ആവശ്യമായ രീതിയിൽ അത് ആവശ്യകരമായ രീതിയിൽ ഉപയോഗിക്കണം. പക്ഷേ അനാവശ്യ സിറ്റുവേഷനിൽ ഇത്തരം ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്നത് ടീമിനെ ഒരു മോശം സിറ്റുവേഷനിലാണ് കൊണ്ടുവിടുക. അത് തന്നെയാണ് ഇന്ന് കണ്ടത്. എൻസോയുടെ പുറത്താവലാണ് എനിക്ക് തോന്നുന്നു ഈ അർജന്റീന ഇത്ര അധികം ഡോമിനേഷൻ ആദ്യ മിനിറ്റ് മുതൽ സ്പെയിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എൻസോയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു എക്സ്ട്രാ ടൈമിലൊക്കെ അർജന്റീനയ്ക്ക് ഒരു ഗോൾ രഹിത സമനിലയിൽ ഒരു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ പെനാൽറ്റിയിലേക്കൊക്കെ എത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജന്റീനയ്ക്ക് അവിടെ സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അർജന്റീനയുടെ ആരാധകരും അർജന്റീനയും എക്കാലത്തും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമായിട്ട് ഇത് മാറുകയാണ്. ഒപ്പം തന്നെ ലയണൽ മെസ്സി കരഞ്ഞ് പടിയിറങ്ങി പോകുമ്പോൾ അത് നമുക്കെല്ലാവർക്കും, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് വലിയൊരു നിരാശയാണ്. അങ്ങനെ പോവേണ്ടിയിരുന്ന ആളല്ല അദ്ദേഹം. കാലം അങ്ങനെ ഒരു വിധിയാണ് അദ്ദേഹത്തിന് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത്. 2022 ലോകകപ്പ് നേടി അത് പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ്. എന്തോ ഒരു കാര്യം കൂടി സഫാൻ പറയുന്നുണ്ട്, വളരെ പെട്ടെന്ന്. അതിലപ്പോൾ ഈ സ്പാനിഷ് ടീമുകൾ എങ്ങനെയാണ് അവർ എതിർ ടീമുകളെ അങ്ങ് കൊന്നുകളയും. നമ്മളിപ്പോൾ ഈ പെപ് ഗാർഡിയോളയുടെ ബാഴ്സലോണ കാലത്ത് ഇതുപോലെയാണ് കളിക്കുക. എതിരാളികൾക്ക് ബോളൊന്നും കൊടുക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യും. അദ്ദേഹം സിറ്റിയിലും അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈമിൽ അതുപോലെ തന്നെയായിരുന്നു. ഈ സ്പെയിൻ 2008-ലും 2010-ലും കളിച്ച സ്പെയിനും ഏറെക്കുറെ അതുപോലെ തന്നെയാണ്. അതായത് എതിരാളികൾക്ക് ഒരു അവസരവും കൊടുക്കാതെയുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലാണ് സ്പെയിൻ്റെ. ഇനി നമ്മുടെ കൊന്നുകളയ എന്നുള്ളത് ആ ഒരു സ്പാനിഷ് സംഭവമാണ്. ആ ഒരു ടിക്കി ടാക്ക, യോഹാൻ ക്രൈഫ്, അതിൽ ആ ലെഗസിയിൽ വരുന്ന
ഒരു സംഭവമാണ്. അപ്പോൾ എതിരാളികളത് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകും. ഇപ്പോൾ ഈ വെബ് ഗാളിയുടെ കാലത്ത് ഹൊസെ മൊറീഞ്ഞോ ഒക്കെ ഇതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു റയലിനെയാണ് നയിച്ചിരുന്നത്. ഫൗൾ ചെയ്യുക, ചവിട്ടുക എന്നൊക്കെയുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അനുരണനം തന്നെയാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ അർജന്റീനൻ ടീമിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ലോകകപ്പ് നേടിയ ടീമുകൾ രണ്ട് രീതിയിലാണ് ഉണ്ടാകാറുള്ളത്. ഒന്ന്, ആ ടീം അടുത്ത ലോകകപ്പിൽ നന്നായി പെർഫോം ചെയ്യും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ കണ്ടത് അങ്ങനെയാണ്. അവരൊരു ചാമ്പ്യൻ ടീമായവർ വീണ്ടും പെർഫോം ചെയ്തു. 86-ലെ ചാമ്പ്യന്മാരായ അർജന്റീന 90s നന്നായി പെർഫോം ചെയ്തു. 94-ലെ ബ്രസീൽ 98-ൽ ഫൈനലിലെത്തി. അതല്ലെങ്കിൽ മറ്റൊരു ചാൻസ് ആ ടീം അടിമുടി തകർന്നു പോവാണ് ഉണ്ടാവാറുള്ളത്. ഇനി അർജന്റീനയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അർജന്റീനക്ക് എൻ്റെ ഒരു മനസ്സിൽ ഒരു മോശം കാലം വരാനുണ്ട് എന്ന് സൂചന. കാരണം മിഷിക ഒരു എക്സ്ട്രാ ഫാക്ടർ പോകുന്നു. പിന്നെ ഒരു ഇനി ഈ തഗ്ലിയോഫിക്കോ ഓട്ടമൻഡി ഇവരെയൊന്നും ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു തോന്നലാണ്, ഒരു കുറച്ചു കാലം ഒരു ഡിം ഉണ്ടാവും തന്നെയാണ്. ശരി, ഓക്കെ. നമ്മളെ വാർ റൂം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ഞാൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഒന്നും പറയാനില്ല. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു തരിമ്പ് പോലും കളിക്കാതെയാണ് അർജന്റീന കീഴടങ്ങിയത്. ഒരു പക്ഷേ ഈ ലോകകപ്പിൽ ഞങ്ങൾ ഈ വാർ റൂമിൽ ഞങ്ങളുടെ ഒരു ഉദ്ദേശം തന്നെ ഫാൻ ഫൈറ്റ് ആയിരുന്നു. പലപ്പോഴും ഞാൻ ഇവരോട് തർക്കിക്കുന്ന ഒരു കാര്യം, അർജന്റീന ഇങ്ങനെ ഇംഗ്ലണ്ടിനെയൊക്കെ പരാജയപ്പെടുത്തിയ സമയത്ത് നമ്മൾ അത്രയും കോൺഫിഡൻസോട് കൂടി സംസാരിച്ചിരുന്നതാണ്. ഇപ്പോൾ ഡോമിനേഷനെ കുറിച്ച് സംസാരിച്ച് ഞങ്ങൾ പല ഫൈറ്റും നടന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇതൊരു തിരിച്ചറിവിൻ്റെ ദിവസം കൂടിയാണ്. ഫുട്ബോൾ നേരത്തെ സഫാൻ പറഞ്ഞതുപോലെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെയോ ഒരു നിമിഷത്തിൻ്റെയോ മാത്രമല്ല, ഫുട്ബോൾ വലിയ സമർപ്പണത്തിൻ്റേത് കൂടിയാണ്. അതിൻ്റെ അവസാനം അങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പം PC സൈഫുദ്ദീൻ, നമുക്കൊരു കർമ്മം കൂടെ നടത്താനുണ്ട്. ഈ വാർ റൂം ഇവിടെ തുടങ്ങിയ സമയം തൊട്ടാണ് നമ്മുടെ ഈ ലോകകപ്പ്. ഇത് അർജന്റീനയുടെ കയ്യിലായിരുന്നല്ലോ. ഇതിനി നമ്മുടെ സ്പെയിനിന് കൊടുക്കണം. അത് ഈ സ്പെയിനിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സ്പെയിനിൻ്റെ കാരണവരായിട്ടുള്ള നമ്മുടെ ഷറഫുവിന് നമ്മളതൊക്കെ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഇപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി. അപ്പം അത് കൊടുക്കാം. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് തന്ന പിന്തുണയ്ക്ക്, ഞങ്ങൾക്ക് തന്ന സ്നേഹത്തിന്, ഞങ്ങളുടെ ബ്രസീൽ ഫാൻസിന് ഏറ്റുവാങ്ങാനായിട്ടില്ല. അപ്പം ഞങ്ങൾ ആ കർമ്മം നടത്തുവാണ്. യെസ്, കൊടുക്കാം. ഈ കപ്പ് പക്ഷേ സ്പെയിൻ്റെ ഷെൽഫിൽ മാത്രമായിരിക്കണം. ഇത് പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും ജർമ്മനിയുടെയും അതിലേക്ക് പോകേണ്ടതില്ല. അതിന്റെ ഒരു സങ്കടമുണ്ട്. അല്ല, അതിലൊരു കാര്യമുണ്ട്. മെസ്സി ഇത്രയും കളിച്ചിട്ടേ ഗോൾഡൻ ബോളും കപ്പും ഒന്നും ഇല്ലാതെ പോയി. അദ്ദേഹത്തിന് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഒന്നും ഇല്ലാതെ ഫൈനലിലെ കൂടി പെർഫോമൻസ് നോക്കണ്ടേ? ഫൈനലിൽ കൂടെ പെർഫോമൻസ് നോക്കുമ്പോൾ റോഡ്രി തന്നെയാണ്, നോ ഡൗട്ട്. അയാൾ ആരെയൊക്കെ അതിജയിച്ചാ വന്നേ? പോർച്ചുഗൽ, ബെൽജിയം, ഫ്രാൻസ്. അപ്പോൾ ഓഫ് കോഴ്സ് അയാളാണ് ഡിസേർവ്ഡ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? സമയം നേരം പുലർന്നു, നേരം അതിരാവിലെ ആവുകയാണ്. വാർ റൂം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ അടുത്ത ലോകകപ്പിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ലോകകപ്പിലും ഞങ്ങൾ ഇതുപോലെ വാർ റൂമുമായിട്ടുണ്ടാകും. അന്ന് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി പറയട്ടെ, ഞങ്ങൾക്ക് തന്ന സ്നേഹത്തിന്, ഞങ്ങൾക്ക് തന്ന പിന്തുണയ്ക്ക്, ഞങ്ങളെ നല്ല രീതിയിൽ വിമർശിച്ച ആളുകൾക്ക് താങ്ക് യു.